നമസ്കാരം. പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം. മാർട്ടിൻ, പാർട്ടിക്കുള്ളിലായാലും പുറത്തായാലും പ്രതികരിക്കുന്നവരെ വെച്ചേക്കില്ല എന്ന നടപടി തന്നെയാണ് CPM കൈക്കൊണ്ടിട്ടുള്ളത് കുറെ നാളുകളായിട്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് രണ്ട് പാർട്ടി പ്രവർത്തകരെ പാർട്ടിയിൽ നിന്നും തരം താഴ്ത്തുകയും ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ലോക്കൽ കമ്മിറ്റിയിലേക്കും അങ്ങനെ ആ രീതിയിൽ തരം താഴ്ത്തുകയും ഒരാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഈ നടപടികളെയൊക്കെ സർക്കാർ ആരെയാണ് ഈ പേടിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ മൂടിക്കെട്ടാൻ, പ്രതികരിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നത്? എന്തുകൊണ്ട്? എന്തായിരിക്കും കാരണം? അതെ, ഈ പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിസത്തിന് ഒരു പ്രശ്നമുണ്ട്. അവര് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം ഒക്കെ അവർ പറയെങ്കിലും അവരെ ആരെങ്കിലും വിമർശിച്ചാൽ അവരെ ആരെങ്കിലും വിമർശിച്ചാൽ അവർക്ക് തീർച്ചയായിട്ടും പേടിയാ. അവർക്ക് അത് പാർട്ടിക്കുള്ളിലാണെങ്കിൽ പോലും അവർക്ക് പേടിയാ. അതാണ് അവർ ഉൾപാർട്ടി ജനാധിപത്യം അംഗീകരിക്കത്തില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു റീസൺ അതാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ പത്തനംതിട്ടയിൽ ആ സംഭവം. ആരോഗ്യമന്ത്രിക്ക് നേരെയാണ് വിമർശനം ഉന്നയിച്ചത്. അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമായിരുന്നു അവര്. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന ഇവിടെ വിഷയത്തില് പ്രതീകാത്മക പോസ്റ്റ് ആണ് ഇട്ടത്. അതെ അതെ അതെ. അപ്പൊ അതിനെതിരെയാണ് രണ്ട് പ്രവർത്തകർക്കെതിരെ നടപടി എടുത്തിട്ടുള്ളത്. അപ്പം പാർട്ടിക്കുള്ളിൽ പോലും അവര് ഈ ഒരു ഇത് വെച്ചു പൊറപ്പിക്കുന്നില്ല. അപ്പൊ ഇതിനു മുമ്പ് ഇതുപോലെ നടപടി എടുത്ത ഒരു പ്രധാന വ്യക്തി എന്ന് പറയുന്നത് U പ്രതിഭയായിരുന്നു, ആലപ്പുഴ MLA. അപ്പം പുള്ളിക്കാരത്തേക്ക് നേരെ ഒരു കാലത്ത് ഒരു സമയത്ത് അതിഭീകരമായിട്ടുള്ള അക്രമമായിരുന്നു അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നത്. അത് ഈ ചിത്തരഞ്ജൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ആൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ട്, അതായത് അതിഭീകരമായിട്ട് ആക്രമിക്കുന്ന രീതിയായിരുന്നു. അതും ഈ പറഞ്ഞ എന്തോ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സൈബർ ആക്രമണം തന്നെയായിരുന്നു. അപ്പം ഈ സമാനമായ രീതി കുറെ കാലമായിട്ട് CPM തുടരുന്നുണ്ട്. CPM സർക്കാരിനും, അതായത് CPM ഭരിക്കുന്ന LDF ഭരിക്കുന്ന സർക്കാരിലും ഇത് തുടരുന്നുണ്ട്. അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. അത് ഒരുപാട് പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുക, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നേരെ നടപടി സ്വീകരിക്കുക എന്നുള്ളത് നമ്മൾ കുറെ കാലമായിട്ട് കാണുന്നുണ്ട്. അതായത് സർക്കാരിനെതിരെ പോസ്റ്റ് ഇടൽ, ഇപ്പം ഏതൊരു വ്യക്തിയാണെങ്കിൽ പോലും, അതിപ്പോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിലും പാർട്ടി പ്രവർത്തനാണെങ്കിൽ പോലും അയാളൊരു വ്യക്തിയാണല്ലോ. അപ്പൊ ആ വ്യക്തിക്ക് എന്തായാലും ഒരു അഭിപ്രായമുണ്ട്. അത് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അത് അല്ലാതെ ഒരിക്കലും ബ്രിട്ടീഷുകാർ ഓടിച്ചുവിട്ടാൽ മാത്രമല്ല സ്വാതന്ത്ര്യം. അപ്പൊ ആ സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ഈ രാജ്യത്ത് ഉണ്ട്. പക്ഷെ അതിനൊരിക്കലും ഇവർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഭയമാണ് ഇവർക്ക്. അതായത് ഇപ്പം അതായത് ഈ ആളുകൾക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്കൊരു രാഷ്ട്രീയം ഉണ്ടായിരിക്കും, അവർക്ക് അവരുടേതായ ചിന്തകളും രീതികളും ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് പ്രതികരിക്കാം, തീർച്ചയായിട്ടും പ്രതികരിക്കാം. അതൊരു എന്താ പറയാ, ഒരു നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടെന്ന് കരുതി ആ പാർട്ടിക്കെതിരെ ഒരിക്കലും നമ്മൾ പറയരുത് എന്നുള്ള ഒരു നിലപാടാണ്. പാർട്ടിക്കുള്ളിലാണെങ്കിൽ പോലും പാർട്ടിക്കുള്ളിലെ കാര്യം വിടുക, അത് അവരുടെ കാര്യം എന്ന് വേണം നമുക്ക് പറഞ്ഞ് മാറ്റി നിർത്താം. പക്ഷെ അതിന്റെ അപ്പുറത്തോ ബാക്കിയുള്ളവരോ, മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരോ, അതെ, അപ്പൊ അവർക്കെതിരെ എന്തിനാണ് ഈ നടപടികൾ സ്വീകരിക്കുന്നത്? അപ്പൊ അവരൊരു വ്യക്തികളാണ്. അപ്പൊ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, രാഷ്ട്രീയമുണ്ട്. അത് എന്ത് തന്നെ ആയിക്കോട്ടെ. ഇപ്പൊ സർക്കാരിനെതിരെയാണെങ്കിൽ പോലും അവർക്കൊരു രാഷ്ട്രീയമുണ്ട്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അത് അവരുടെ മാത്രം കാര്യമാണ്. പക്ഷെ അത് അല്ലെങ്കിൽ പ്രതികരിക്കുമ്പോൾ അതിനെതിരെ എന്തിനാണ് വൈരാഗ്യ ബുദ്ധിയോടുകൂടി പ്രതികരിക്കുന്നത്, പെരുമാറുന്നത്? സസ്പെൻഡ് ചെയ്യുക, വിശദീകരണം തേടുക, തരം താഴ്ത്തുക, അല്ലെങ്കിൽ സ്ഥലം മാറ്റുക, ഇങ്ങനെ ഒരുപാട് നടപടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പോലീസ് സേനയ്ക്കുള്ളിലാണെങ്കിൽ പോലും ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്കൊന്നും ഒരു ഉദ്യോഗസ്ഥൻ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. 1-2 പേരാണ്ട് പിരിച്ചുവിടുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഒന്നും കാര്യമല്ല. കാരണം വെച്ചാൽ അവർ സർക്കാർ ഉദ്യോഗസ്ഥരാണ്, അവർക്ക് എന്തും പറയാം. പക്ഷെ സർക്കാരിനെതിരെ അവർക്ക് പറയാനുണ്ടെന്നുള്ള ഒന്നെങ്കിൽ സാധാരണ ചെയ്യുക, അത് പരിശോധിക്കുക എന്നുള്ളതാണ്. പരിശോധിച്ചിട്ട് വേണമെങ്കിൽ ഉത്തരം കൊടുക്കാം. ഇത് നിങ്ങൾ പറഞ്ഞതിനകത്ത് യാതൊരുവിധ ഇതുമില്ല, ഇതിങ്ങനെയാണ് ഇതിന്റെ യഥാർത്ഥമായിട്ട് നടന്നതെന്നുള്ളതാണ് ഒരു വിശദീകരണം കൊടുക്കുക. പക്ഷെ അത് ചെയ്യാതെ നടപടി എടുക്കുകയാണ്. അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ നടപടി എടുക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഡോക്ടർ ഹാരിസിന്റെ വിഷയം ഉണ്ടായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. കാരണം അദ്ദേഹത്തിന് ഒരു പരാതിയുണ്ട്. അദ്ദേഹത്തിന് പരാതി ഉണ്ടായത് കൊണ്ട് അദ്ദേഹം അത് ഫേസ്ബുക്കിൽ ഇട്ടു. അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് എവിടെ പറയണമെന്നുള്ളത്. മനസ്സിലായില്ലേ? അല്ലാതെ ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. അതെ, മാപ്പും പറഞ്ഞ അവസാനം എന്തൊക്കെയാണ് നടന്നത്? കുറെ നാളുകളായിട്ട് നമ്മൾ കേരളത്തിൽ എന്താണ് നടന്നത്? നമ്മൾ പോലും കഴിഞ്ഞ ആഴ്ച ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. അവസാനം അദ്ദേഹത്തെ കള്ളനാക്കാൻ വരെ ശ്രമിച്ച അവസാനം സ്വയം കുടുങ്ങുന്ന അവസ്ഥയിലോട്ട് വരെ സർക്കാരും ആരോഗ്യവകുപ്പും എത്തിയിട്ടുണ്ട്.
അപ്പം അതുപോലെ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ താൽക്കാലിക ജീവനക്കാരെ അവര് സാലറി ലഭിച്ചില്ലെന്ന പരാതി പറഞ്ഞപ്പോ ഇപ്പൊ അവർക്കെതിരെ നടപടി അവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അത് മന്ത്രിനെ നേരിട്ട് കണ്ട് പരാതി പറയാൻ ചെന്നു. ഇപ്പം എന്തോ അതിക്രമങ്ങൾക്ക് മുതിർന്നു, അല്ല ആക്രമിക്കാൻ ശ്രമിച്ചു, അങ്ങനെയൊക്കെ ആക്രമിക്കാൻ ശ്രമിച്ചതായിട്ട് കണ്ടോ ആ വീഡിയോയില്? ഒരിക്കലില്ല. അത് പോലീസ് അങ്ങനെയല്ലേ ഇടത്തുള്ളൂ. അതല്ലാതെ പരാതി പറയാൻ ചെന്നു പറഞ്ഞാൽ ആർക്കെങ്കിലും കേസ് എടുക്കാൻ പറ്റും? കൂട്ടത്തോടെ അവര് മന്ത്രിയുടെ അടുത്തോട്ട് ചെല്ലുമ്പം പോലീസ് കണക്കാക്കുന്നത് ആക്രമിക്കാൻ ചെന്നു എന്നായിട്ട് കണക്ക് കൂട്ടും. പിന്നെ ബാക്കി ഒരു കോടതി തെളിയിക്കേണ്ടി വരും. അത് വർഷങ്ങളെടുത്ത് അവർ ഈ പറഞ്ഞ പ്രതികളായിട്ടുള്ളവർ തന്നെ പോയി നടന്നത് തെളിയിക്കേണ്ടി വരും. അപ്പം ഇതെന്തൊരവസ്ഥയാണെന്ന് തന്നെയാണ് നമ്മളും ഓർക്കേണ്ടത്. കാരണം വെച്ചാൽ എനിക്കൊന്ന് കുറച്ച് കൂടുതൽ സ്ത്രീകളാണെന്ന് തോന്നുന്നു ഈ ക്ലീനിങ് തൊഴിലാളികൾ, എക്സ്റേ പല വകുപ്പുകളിലായിട്ട് ഒരുപാട് ആളുകൾക്ക് ശമ്പളമില്ലാതെ വന്നതിനെ തുടർന്നാണ് അവർ പ്രതിഷേധിച്ചത്. അത് അവരുടെ അവകാശമല്ലേ? പ്രതിഷേധം മാത്രമാണ്, പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാർട്ടി പറയുന്നത്. അതെ അതെ, അതാണ് ഇതിനകത്ത് ഞാനൊരു കാര്യം പറയട്ടെ, അവര് ജോലിക്ക് വരുന്നില്ല, ശമ്പളം കിട്ടി, അതുകൊണ്ട് വേണം അവർക്ക് കഴിയാൻ. അപ്പൊ അതിനുവേണ്ടിയാണല്ലോ അവർ ജോലിക്ക് വരുന്നത്. അത് കിട്ടാതാകുമ്പോ അവരെന്ത് ചെയ്യും? പ്രതിഷേധിക്കുക. അത് സ്വാഭാവികമായിട്ടുള്ള നടപടിയല്ലേ? അപ്പൊ അതിനെതിരെ ഈ കേസെടുക്കുക എന്നൊക്കെ പറയുന്നത് എവിടുത്തെ ന്യായമാണെന്ന് വേണമെങ്കിൽ ചോദിക്കണം. അപ്പം കുറച്ചു കാലമായിട്ട് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആരോഗ്യവകുപ്പിനെ ചുറ്റിപ്പറ്റി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇതിനെല്ലാം അടിച്ചമർത്തുക എന്നൊരു നിലയിലേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് കേസെടുത്തും ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും അടിച്ചമർത്തുന്ന ഒരു രീതിയിലോട്ടാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു നടപടി തീർച്ചയായിട്ടും ശരിയല്ല എന്ന് തന്നെയാണ്. കാരണം വെച്ചാൽ ഇപ്പം എനിക്ക് തോന്നുന്നു ആരോഗ്യമന്ത്രിക്കെതിരെ CPIയിലും വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. അവരുടെ പല ജില്ലാ സമ്മേളനങ്ങളും പ്രധാനമായിട്ടും ഉയർന്ന ഒരു വിമർശനം ആരോഗ്യ വകുപ്പിന് നേരെയാണ്, വീണ ജോർജിന് നേരെയാണ്. ഇപ്പം അതിന്റെ ഒരു കാരണം വെച്ചാൽ മാധ്യമപ്രവർത്തകയായിരുന്ന നമ്മൾ ഇതിനേക്കാൾ മികച്ച രീതിയിലുള്ള ഒരു ഭരണം നമ്മൾ ഞാനൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പേഴ്സണലി. പക്ഷെ അതൊന്നും നമുക്ക് കാണാൻ, അത് രാഷ്ട്രീയമാകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. പക്ഷെ എങ്കിൽ കൂടി നമ്മൾ ഇതിലും മികച്ച ഒരു ഇതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അത് എത്തിയില്ല എന്ന് മാത്രമല്ല, പ്രതികരിക്കുന്നവരെ ഇത്തരത്തിൽ എന്താ സമൂഹത്തിൽ ഒരുമാതിരി കേസെടുത്ത് അല്ലെങ്കിൽ അവർക്കെതിരെ ആക്രമിക്കുന്ന രീതി അത് ശരിയല്ല എന്ന് തന്നെയാണ്. അതെ അതെ, കാരണം വെച്ചാല് ഇതൊട്ടും ശരിയല്ല. കാരണം പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ ചെയ്യുമ്പോഴത്തേനും ഒട്ടും ശരിയില്ല എന്ന് തന്നെ പറയാം. കാരണം മനുഷ്യന്, അതായത് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആശ്രയിക്കുന്ന ഒരു മേഖല ആരോഗ്യ മേഖല. അതായത് ഇപ്പൊ KSRTC റോഡാണെങ്കിലും ഇതെല്ലാം തന്നെയാണെങ്കിൽ പോലും അതിനേക്കാളിലേറെ ആളുകൾ ആശ്രയിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആരോഗ്യ മേഖലയാണ്. ഈ ആരോഗ്യ മേഖല പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ഒരു സർക്കാരിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അപ്പൊ ആ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നത് ആ ഒരു സമൂഹം അപ്ലിഫ്റ്റഡ് ആയതാണ് അതിന്റെ അർത്ഥം. അതായത് ആ ജനങ്ങൾ കുറച്ചും കൂടെ ബോധവാന്മാരാണ്. ഞങ്ങൾക്കിത് കിട്ടിയാൽ പോരാ, ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെന്നുള്ള അവരുടെ ഒരു നിർബന്ധമാണത്. അത് അവരുടെ അവകാശം കൂടിയാണ്. അപ്പൊ അതിനവർ പ്രതികരിക്കും, അത് പല രീതിയിൽ പ്രതികരിക്കും. അപ്പം അതിനെല്ലാം നടത്തി കൊടുക്കുക, അല്ലെങ്കിൽ അതിനെല്ലാം കേൾക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരു ആരോഗ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത്. അത് ചെയ്യാത്ത പക്ഷം അതിൽ പ്രതിഷേധിക്കുന്നവർക്കെതിരെ ഇതുപോലെയുള്ള നടപടികൾ സ്വീകരിക്കുക. അത് പാർട്ടിക്കുള്ളിലാണെങ്കിൽ പോലും അതിന് പുറത്താണെങ്കിൽ പോലും പ്രതികരിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ അവർക്കെതിരെ സ്വീകരിക്കുന്ന നടപടികൾ എന്ന് പറയുന്നത് ഒരിക്കലും ജനാധിപത്യത്തിന് ചേർന്നതല്ല.